ഈ മപ്രകളെ പറയുന്നത് പോലെയാണ് യൂട്യൂബർമാരുടെയും കാര്യം. ഈ ചില യൂട്യൂബർമാരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാവാം. അഭിപ്രായം തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, നിങ്ങൾക്ക് അനുകൂലിക്കാം, എതിർക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ മറ്റ് ചിലരുണ്ട്, ഒരു ചെറിയ മൊബൈൽ ഫോണുമായി ഈ സിനിമാ നടിമാർ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴും അതുപോലെ തന്നെ റോസ് സാരി ഉടുത്തുകൊണ്ട് പോകുന്ന സുരേഷ് ഗോപി സാറിൻ്റെ ഭാര്യയെ കണ്ടോ, എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ സാമൂഹ്യ മാധ്യമ കാലഘട്ടങ്ങളിൽ പുതിയ ചില അധ്യായങ്ങൾ രചിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഉപജീവനമാർഗ്ഗമാണ്. എന്നാലും ആ ഉപജീവനമാർഗ്ഗത്തിൽ ഒരല്പം ഔചിത്യമൊക്കെ വേണ്ടതാണ്. കാരണം ഈ പറയുന്നത് പോലെ എല്ലാം കാണാൻ ആളുണ്ട്. നമ്മുടെ പല പേരുകളിലും പല പേജുകളിലുമൊക്കെ അച്ഛനും മകളും ഒക്കെ ചേർന്ന് നിറഞ്ഞഭിനയിക്കുന്ന പഴയ പി ചന്ദ്രകുമാർ സാറിൻ്റെ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള പേജുകളൊക്കെ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഏതായാലും ആ ക്ലിപ്പ് ഇതാണ്, ഒന്ന് കേൾക്കാം. ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പോ ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചോർന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചോദിക്കും ഇങ്ങനെ, വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കും ഇങ്ങനെ. അടിപൊളി മറുപടി, അടിപൊളി മറുപടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിന് ആ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലെയുള്ള ഒരു സംഗതി ഇല്ലാത്തൊരു രീതിയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലൊരാളിനെ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വിഷയത്തെ ചോദിക്കുമ്പോഴുമൊക്കെ അതിലൊരു പരസ്പര ബഹുമാനത്തിൻ്റെ ധാരണ വേണം. ഒരു സ്ത്രീയോട് എന്തെങ്കിലും നിലനിൽപ്പിനോ അവസരത്തിനോ വേണ്ടി ഇപ്പോൾ മുട്ടിയാൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിൻ്റെ അമ്മയോടും സഹോദരിയോടും ഇങ്ങനെ ചോദിക്കുമോ എന്നല്ലാതെ എന്താണ് ന്യായമായി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്? എന്നാൽ അങ്ങനെ ചോദിച്ചത് പോലും ഒരു ഔചിത്യമില്ലായ്മയാണ്, നാലാൾ അറിഞ്ഞാൽ ക്ഷീണമാണ് എന്ന് പോലും തിരിച്ചറിയാനാവാതെ അതും സംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു സമൂഹം.